തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തന്റെ പ്രവർത്തിക്ക് ആക്ഷേപം വരാതിരിക്കാൻ അവൻ വെളിച്ചത്തിലേക്ക് വരുന്നില്ല. നിങ്ങൾ ഇനി എത്ര ക്രൂസൈഡ് വെച്ചാലും, നിങ്ങൾ ഇനി എത്ര പ്രസംഗിച്ചാലും, ഞാൻ കള്ളടിച്ചേ ചാകൂ എന്ന് തീരുമാനിച്ച ചിലരുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ഇനി എന്തെല്ലാം പറഞ്ഞാലും, ഞാൻ നരകത്തിൽ പോന്നെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുന്ന ചിലരുണ്ട്. അവരോട് സ്നേഹത്തോടെ പറയട്ടെ, നന്മ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ലാത്ത കാരണം കൊണ്ടാണ് നിങ്ങൾ വെളിച്ചത്തിലേക്ക് വരാത്തത്. ഹല്ലേലൂയ. കാരണം സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കുകയാൽ അത് വെളിപ്പെടേണ്ടവൻ അവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. സങ്കീർത്തനം 14:1-2 ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. എന്തിനാ ദൈവം ഇല്ലെന്ന് പറയുന്നേ? ചുമ്മാ ഈ പാസ്റ്റർമാരൊക്കെ വെറുതെ പറയല്ലേ, ഇത് വെറും തട്ടിപ്പല്ലേ, ഇത് വെറും മണ്ടത്തരല്ലേ, ഇങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന എന്തിനാ? ദൈവം ഇരിക്കുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന എന്തിനാ? ദൈവമില്ല എന്ന് പറഞ്ഞതിന് ചില കാരണമുണ്ട്. അവർ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുവാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പം വഷളനായി നടക്കണമെങ്കിൽ, കള്ളു കുടിക്കണമെങ്കിൽ, ഇപ്പൊ തുടരുന്ന എല്ലാ പ്രവൃത്തികളും തുടരണമെങ്കിൽ ദൈവമില്ലെന്ന് പറഞ്ഞ് ജീവിച്ചാലേ പറ്റുള്ളൂ. ആരും മിണ്ടുന്നില്ല. ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ, വെളിച്ചത്തിലേക്ക് വന്നാൽ പിന്നെ ഇരുട്ടി ജീവിക്കാൻ പറ്റുകയില്ല. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ സത്യമായും കർത്താവ് പറഞ്ഞതുപോലെ പറയുന്നു, വെളിച്ചത്തിലേക്ക് വന്നാൽ നിന്റെ ജീവിതത്തെ എൻ്റെ സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കും. എൻ്റെ ദൈവം നിന്റെ അവസ്ഥകളെ മാറ്റും. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ അവൻ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. കരങ്ങളെ ഉയർത്തി കർത്താവിന് ഇന്ന് രാത്രിയിൽ ഒന്ന് നന്ദി പറയാമോ?